അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി 70ഓളം അമ്പിയാക്കൾ വന്ന് റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ചു എന്ന് നിങ്ങൾ ഹദീസിന്റെ കിതാബിൽ കണ്ടില്ലേ, തഫ്സീറിന്റെ കിതാബ് കണ്ടില്ലേ? പോകട്ടെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ച് പള്ളിയിൽ വന്നിട്ട് മുമ്പെങ്ങാനും വഫാത്തായി പോയ അമ്പിയാക്കൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? അക്കാര്യം മുജാഹിദിന്റെ ശബാബുകാരികയിൽ അടക്കം സമ്മതിച്ചിട്ടില്ലേ? അപ്പൊ വഫാത്തായി പോയ മഹാന്മാർക്ക് ചിലപ്പോ ഭൂമി ലോകത്ത് വന്ന് സമ്മേളിക്കാൻ കഴിയുമെന്നതിന് അത് തന്നെ പോലെ സഹോദരന്മാരെ ഇരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാമീങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ വന്ന് സമ്മേളിച്ചിരിക്കുകയാണ് കഅബത്തിനടുക്കൽ. ഞാൻ നോക്കി എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. അതാ ഒരു നല്ല ഹൈറ്റും വെയിറ്റുമുള്ള വളരെ ഗാംഭീര്യമുള്ള ഒരു പണ്ഡിതൻ നേരെ വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തിരുന്ന് വലിയ നീളക്കുപ്പായവും തലയെക്കെട്ടുമൊക്കെയുള്ള ഒരു പണ്ഡിതൻ അടുത്തിരുന്നു കൊണ്ടൊരു കിതാബ് ഇങ്ങനെ നിർത്തി വായിക്കാൻ തുടങ്ങി. റസൂലുള്ള എല്ലാം കേട്ട് സമ്മതിച്ചു പോയി. കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു ആരാണത് നോക്കുമ്പോൾ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നതാണ്. കിതാബ് വായിക്കാൻ റസൂലുള്ളാഹിന്റെ അംഗീകാരം കിട്ടിപ്പോയി. അതാ വേറൊരു പണ്ഡിതൻ നോക്കുമ്പോ ആരാള്? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ. അബൂ ഹനീഫ തങ്ങളും കിതാബ് വായിച്ചു. വലിയ സന്തോഷമായി പോയി. റസൂലുള്ളാഹിന്റെ അംഗീകാരം കിട്ടിപ്പോയി. അങ്ങനെ ഓരോ ആലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും കിതാബ് ഇങ്ങനെ വായിക്കുന്നു. റസൂലുള്ളാഹി അംഗീകാരം കൊടുക്കുന്നു. ഏകദേശം ഭൂരിപക്ഷവും കഴിഞ്ഞ് ഇനി കുറഞ്ഞാളെ ബാക്കിയുള്ളൂ. അപ്പണ്ട് ഒരാളിങ്ങനെ കയറി, ഇതുവരെ ഇല്ലാത്തൊരാൾ ഇപ്പൊ കയറി വരുന്ന ആലിമീകളെ സദസ്സിലേക്ക്. ഞാൻ നോക്കി ആരാ വരുന്നത് നോക്കുമ്പോ റാഫിദിയാക്കളിൽപ്പെട്ടൊരു ചങ്ങാതി, പുത്തൻവാദികളിൽപ്പെട്ട 4 മദ്ഹബിനെയും കുറ്റം പറയുന്ന, എല്ലാ സഹാബത്തിനെയും ചീത്ത പറയുന്ന, മാസം കണ്ടാൽ ഓർപ്പിക്കരുത് കണക്ക് നോക്കി ഓർപ്പിക്കണോ എന്ന് പറയുന്ന വാദക്കാരനായ റാഫിദിയാക്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ കയറി വരും. ഞാൻ നോക്കി ഈ പുത്തൻവാദികളിൽപ്പെട്ട ഇവന് ആലിമീകളെ കൂടെ ഇരിക്കാൻ പറ്റുമോ, അങ്ങോട്ട് കേട്ടോ എന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഇവന്റെ കയ്യിലുണ്ട് എന്തുണ്ട്? കിതാബ് ബൈൻഡ് ചെയ്യാത്ത കുറെ കടലാസ്. കാരണം ഇത് കൊല്ലത്തിൽ മാറ്റേണ്ടതാണ്, അതുകൊണ്ട് ബൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറെ കടലാസും കൈ പിടിച്ചാണ് ഇവന്റെ കയറി വരല്. ഇവൻ ഇങ്ങനെ വന്ന് ആലിമീങ്ങളുടെ സദസ്സിന്റെ തൊട്ടടുത്തിങ്ങ് എത്തുമ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഒരു ആലിമ് ചാടി ഇങ്ങ് എഴുന്നേറ്റു. നേരെ പോയിട്ട് ഇവന്റെ കയ്യിന്ന് ഇവന്റെ കടലാസും കുറിപ്പും പിടിച്ചിങ്ങ് വാങ്ങിയിട്ട് വലിച്ചൊരേറ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോടാ പോടാ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീകൾ പങ്കെടുക്കുന്ന സദസ്സിലേക്ക് നിനക്ക് പ്രവേശനമില്ല. ഇവൻ വാവിട്ട് നിലവിളിച്ചങ്ങ് ഓടിപ്പോയി. ഇവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പഠിച്ചവനെ ഞാനിങ്ങനെ നോക്കി നിന്നു. എനിക്ക് കുറച്ചാൾ കൂടി ബാക്കിയുണ്ട്. അപ്പൊ പിന്നെ കണ്ടത് ബാക്കിയുള്ള ഓരോരുത്തരും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് കിതാബ് ഇങ്ങനെ വായിക്കുന്നു. റസൂലുള്ള അംഗീകാരം കൊടുക്കുന്നു. എല്ലാരും വായിച്ച് ഇനി ഞാൻ മാത്രം ബാക്കിയുണ്ട്. എന്റെ അടുത്തുണ്ട് ഒരു കിതാബ്. ഞാൻ വല്ല റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് ചെന്നു. നബിയേ തഅ്ദനുലീ, സമ്മതം തരുമോ ഞാൻ ഈ കിതാബ് വായിക്കട്ടെ നബിയേ? ഏത് കിതാബാണ്? അവിടുന്ന് ഇങ്ങോട്ടുള്ള ചോദ്യമാണ്. അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു നബിയേ ഹാദാ കിതാബു ഖവായിദുൽ ലഖായിദിൽ ലദീ സന്നഫഹുൽ ഇമാമുൽ ഗസ്സാലി. ഇമാം ഗസ്സാലി തങ്ങൾ എഴുതിയുണ്ടാക്കിയ ഖവായിദുൽ ലഖായിദ് എന്ന കിതാബാണ് നബിയേ. وفيه اعتقادي واعتقاد أهل السنة سنة جماعة هذا معتقدي ومعتقد أهل السنة. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി എഴുതിയ ഖവായിദുൽ ലഖായിദ് എന്ന കിതാബാണ് നബിയേ. വായിക്കും. എനിക്ക് വായിക്കാൻ അനുമതി കിട്ടിയപ്പോ ഞാൻ വായന തുടങ്ങി. ഇമാം ഗസ്സാലി തങ്ങൾ ശഹാദത്ത് കലിമന്റെ വിവരണമാണ് അതിലൊന്നാമത് പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗം ഞാൻ വായിച്ചു. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഷഹാദത്ത് കലിമ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിന്റെ വിവരണത്തിലേക്ക് ഇമാം ഗസ്സാലി കടന്നുകൊണ്ട് എഴുതിയ ഭാഗം ഞാൻ തുടങ്ങി. وقد بعث الله النبي الأمي القرشي محمدا صلى الله عليه وسلم إلى كافة الجن والإنس
സർവ്വ ജിന്നുകളിലേക്കും സർവ്വ മനുഷ്യരിലേക്കും സർവ്വ സൃഷ്ടികളിലേക്കും ഒരുപോലെ പറഞ്ഞയച്ചിട്ടുണ്ട് അല്ലാഹു തആല. ഖുറൈശി തറവാട്ടുകാരനും മക്കയിൽ ജനിച്ചവരും ലോക നേതാവുമായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന നിലക്ക് റസൂലുള്ളാഹിന്റെ ബഹുമാനം ഇമാം ഗസാലി തങ്ങൾ എഴുതിയ ഭാഗം ഞാനിങ്ങനെ വായിക്കുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കൊന്നു നോക്കി. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമാണ്! ആ മുഖത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ ചൊരിയുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്. ഞങ്ങളെ ഖബറിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങളൊരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്സ്, ഞങ്ങൾ നിന്റെ ഹബീബായ നബിയുടെ മുഖം കാണാൻ ആശിക്കുന്നവരാണ്. ആ സുന്ദരമായ മുഖം ഞങ്ങൾക്ക് കാണിക്കണേ റഹ്മാനേ. ഈ മദ്രസക്കാരൊക്കെ പ്രവർത്തിച്ചോ, ആരൊക്കെ സഹായിച്ചോ, അവർക്കെല്ലാം ആ മുഖം നീ കാണിക്കണേ റഹ്മാനേ. അവിടുത്തെ സുന്ദരമായ മുഖത്ത് നിന്ന് പ്രകാശം ചൊരിയുന്നു. അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ വലിയ ബഹുമാനം ഇമാം ഗസാലി എഴുതിയ സ്ഥലത്ത് ഞാൻ എത്തിയപ്പോൾ അവിടുത്തെ മുഖത്ത് നോക്കിയപ്പോൾ പ്രകാശം ചൊരിയുന്ന മുഖത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യം, ഐനൽ ഗസാലി, ഐനൽ ഗസാലി, ഇമാം ഗസാലി എവിടെ? ലോകത്തിന്റെ നേതാവായ നബി തങ്ങൾ ഇമാം ഗസാലി തങ്ങളെ കുറിച്ച് അന്വേഷിച്ചു പോയി. ആ അന്വേഷണം അങ്ങ് കഴിയുമ്പോഴേക്ക് ആലിമീകളെ സദസ്സിൽ നിന്ന് ഗസാലി ഇമാം റഹിമഹുല്ലാഹ് എഴുന്നേറ്റുപോയി. നേരെ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് കാലെടുത്തു വെച്ച് അതാ പറയുന്നു, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ അനദാ യാ റസൂലല്ലാഹ്. ഓ നബിയേ, ആലിമീകളെ നേതാവായ നബിയേ, സയ്യിദന്മാരെ നേതാവായ നബിയേ, മലക്കുകളുടെ നേതാവായ നബിയേ, ലോകത്തിന്റെ മുഴുവൻ നേതാവായ നബിയേ, തങ്ങളെ ഹൽക്കയിൽ നിന്ന് ഈ പാവപ്പെട്ട ഗസാലിയെ അന്വേഷിച്ചോ? തങ്ങളെ ഹൽക്കയിൽ ഞാനുമുണ്ട് നബിയേ. അനദായ റസൂലല്ലാഹ്, ഇമാം ഗസാലി തങ്ങൾ ഞാനിവിടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കാലെടുത്ത് വെച്ച് അവിടുത്തെ കൈ അല്ലാഹുവിന്റെ റസൂലിന് നീട്ടിപ്പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവിടുത്തേക്ക് ഇമാം ഗസാലി കൈ നീട്ടുമ്പോ അതേ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉറച്ചു നിന്നാം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കിതാബ് എഴുതിയാം, സുന്നിയല്ലാത്തവരെ അടുപ്പിച്ചുകൂടാം എന്ന് പ്രഖ്യാപിച്ച ഗസാലി ഇമാം തങ്ങൾക്ക് റസൂലുള്ളാഹി മുസാഫഹത്തിന് വേണ്ടി കൈ കൊടുക്കാതിരിക്കുമോ? അല്ലാഹുവിന്റെ റസൂൽ കൈ നീട്ടിപ്പോയി. ഇമാം ഗസാലി തങ്ങൾ ആ കൈ പിടിച്ച് തുരുതുര ചുംബനം തല്ലേ, ചുംബനം തല്ലേ. എന്റെ ഉറക്ക് ഞെട്ടിത്തെളിഞ്ഞോടി, എന്റെ കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. എന്തേ കാരണം? ഞാനൊരു സുന്നിയല്ലാത്ത മനുഷ്യനെ പള്ളിയിൽ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് അല്ലാഹു കാണിച്ചു തന്ന കറാമത്തുകളല്ലേ ഇത്? വലിയ വലിയ ആയാത്തുകളല്ലേ ഇത്? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് റസൂലുള്ളാഹിന്റെ സദസ്സിൽ സന്തോഷത്തോടെ കൂടുന്നു. അവരുടെ സദസ്സിലേക്ക് ഒരു സുന്നിയല്ലാത്തവൻ കയറി വരുമ്പോൾ സുന്നത്ത് ജമാഅത്തിലുള്ള ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് പോയി ആട്ടിയോടിക്കുന്നു. റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് അവർക്ക് പ്രവേശനമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ സദസ്സിലേക്ക് അവർക്ക് പ്രവേശനമില്ല. അത് പാടില്ലെന്നും അവരെ കൂട്ടിപ്പിടിച്ച്
പിടിച്ചുകൊണ്ടുള്ള ഒരു ഐക്യം അള്ളാഹുവിന്റെ ദീനിന് നാശമാണെന്നും പറഞ്ഞ ഇമാം ഗസാലി തങ്ങൾ റസൂലുള്ളാഹിന്റെ കൈകിട്ടിപ്പോയി, പിടിച്ചു ചുംബിച്ചു പോയി. സംഭവം ആരെഴുതി വെച്ചു സഹോദരന്മാരെ? അത് സുന്നി വോയിസിലുള്ളതല്ല, അത് റിസാലയിലുള്ളതല്ല, സിറാജ് പത്രത്തിലുള്ളതല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠം പഠിച്ച ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഹാഫിദ് ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഉള്ളാളങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പേ, കാന്തപുരം ഉസ്താദ് ജനിക്കുന്നതിന്റെ മുമ്പേ, ഓക്കെ ഉസ്താദ് ജനിക്കുന്നതിന്റെ മുമ്പേ, അവരുടെ ചെരിപ്പെടുക്കാൻ നടക്കുന്ന പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പേ ഏകദേശം 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുന്നിയായ പണ്ഡിതനാണ്. ആ കിതാബ് ഒന്ന് നോക്കിയേ പറ്റൂ. ഏതാണ് ആ കിതാബ്? ജബീനു കദിബിൽ മുഫ്തരി ഫീമാ നുസിബ ഇലൽ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നു. എന്തിനു വേണ്ടി? ഖിയാമത്ത് നാൾ വരെയുള്ള പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും പഠിപ്പിക്കാൻ വേണ്ടി. സുന്നി പണ്ഡിതന്മാരെ സുന്നിയല്ലാത്തവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാം ദീനിന് പ്രവർത്തനമില്ല, ശരീഅത്തിന്റെ സംരക്ഷണമില്ല, അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനമില്ല.